ഈ പറയുന്ന രാഹുൽ ഈശ്വറൊക്കെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ രൂപീകരിക്കണം, അതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ പറയുമ്പോൾ അതിൽ മുൻപന്തിയിലിരിക്കുന്ന ആളുകളെല്ലാം നല്ലവരായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇങ്ങനെയുള്ള കാപാലികന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ അജിത് കുമാർ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നീയൊക്കെ തുടങ്ങി വെച്ചത്. ചുമ്മാ അല്ലടാ ഗതി പിടിക്കാത്ത പെണ്ണുങ്ങൾ ആണുങ്ങൾക്കെതിരെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പറയുന്ന സമൂഹത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോടാ അജിത് കുമാർ നിന്റെയൊക്കെ കാര്യം. നീ പൂമാലയിട്ട് സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോഴും അജിത് കുമാർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പൂമാലയിട്ട് സ്വീകരിക്കേണ്ട കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിഞ്ഞതിന് ശേഷം പൂമാല ഇട്ട് തന്നെ സ്വീകരിക്കുമെന്നാണ് അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനും മാത്രം പൂമാല നിന്റെ വീട്ടിൽ അടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നോട് അപ്പൂക്കോ ഈ മോനെ കള്ളക്കടയാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണല്ലേ. അജിത് കുമാർ നീ ഒരു കാര്യം ചെയ്യും, ഈ സവാദിനെ നീ കൊണ്ട് നിന്റെ വീട്ടിലങ്ങ് നിർത്ത്. അവിടെ നിന്റെ അനിയത്തി ഉണ്ടാവും, അമ്മയുണ്ടാവും, പെങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, എല്ലാവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സവാദ് നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, പൂമാലയൊക്കെ ഇട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ